ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറത്ത് തന്നെ 2 ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ബെഞ്ചിൻ്റെ ഒക്കെ തന്നെ കിടന്നുറങ്ങി. നമ്മൾ ഇന്നലെ വന്നിട്ട് പോയിക്കൊണ്ടിരുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയാണ്. ആ വഴി ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേ എത്തും. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഹൈവേയിലോട്ട് പോകണം. നമ്മളിപ്പോൾ ഇന്നലെ നിന്ന് വെച്ച സ്ഥലം കണ്ട രാത്രി ഫുള്ള് നല്ല രസമായിരുന്നു ഇന്നലെ. പിന്നെയെന്ന് പറഞ്ഞാൽ ചൂടായിരുന്നു. ഇതിൻ്റെ ഇവിടെ കാറ്റൊന്നും അടിക്കണ്ടായിരുന്നില്ല. നല്ല ചൂടും അതുപോലെ തന്നെ കൊതുകും നല്ലതായതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല. നല്ല സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുള്ളൂ. 5:30 ആയപ്പോൾ തന്നെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുട്ടൂസനായിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കണ വഴിയാണ്. നമുക്ക് ഈ വഴി ഒരു 6 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേണം ഏതെങ്കിലും പമ്പ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നോക്കിയിട്ടൊന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും സമയം 5:30 അല്ലേ ആയിട്ടുള്ളൂ. ഒരു 7:30 8 മണി വരെയൊക്കെ. അങ്ങനെ ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വന്ന വഴിക്ക് നല്ല മഴ കിട്ടിയപ്പോഴേക്കും നമ്മളിവിടെ ഒരു കട കണ്ടപ്പോഴേക്കും കടേൻ്റെ അവിടെ കയറിയിരിക്കണേ. ഇനിയിപ്പോൾ ഈ മഴ മാറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ മേടിച്ചെന്ന ബ്രെഡ് നമ്മുടെ കയ്യിലിരിക്കേണ്ടത് ക്രീം ബണ്ണാണ്. അപ്പോൾ ഇതെന്തായാലും ഇന്ന് ഇത് കഴിച്ചിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ബണ്ണ് കഴിച്ചിട്ട് ഈ മഴ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. നല്ല മഴയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറിന് മേളിലായിട്ട് മഴയ്ക്ക് ഒരു കുറവൊന്നുമില്ല. നല്ല മഴ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടൂസനെ അവിടെ വെച്ചിട്ട് ഇന്നലത്തെ വീഡിയോ ഒക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേണം ഇനി ഇവിടെ നിന്ന് പോകാനായിട്ട്. അതിനു മുമ്പ് ഈ കട തുറക്കുമെന്ന് അറിയില്ല. തുറക്കാനായിട്ട് ആ ചേട്ടൻ മന്നെയാണെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെ ലൈനും കൂടി കാണുന്നുണ്ടാകത്ത്. ആ പുള്ളിക്കാരൻ മന്നെയാണെങ്കിൽ കുറച്ച് നേരം കറണ്ടും കൂടി കുത്തി നമ്മളെ പവർ ബാങ്കും കാര്യങ്ങളെല്ലാം ചാർജ് ആക്കിയിട്ട് ഇവിടെ നിന്ന് പോവാം. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വെറും 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്ക്. നമ്മൾ ഇന്നത്തോടെ ഒഡീഷയും കൂടി വിടണേണ്. ഒഡീഷയുടെ ലാസ്റ്റ് ദിവസമാണിത്. ഇവിടുന്ന് ആകെ 30 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പയ്യെ സൈക്കിൾ ഔട്ടിയാലും ഇന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ എന്തായാലും കയറും. അങ്ങനെ നമ്മൾ മഴ വീണ്ടും കുറഞ്ഞപ്പോഴേക്കും കുട്ടൂസനെയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഇപ്പോൾ ചാർജൊക്കെ കുറവാണ്. അവിടെ നമ്മൾ ആൾ വരുമെന്നൊക്കെ വിചാരിച്ച് നോക്കിയിരുന്നു. ആളെയൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും കടയിൽ പോയിട്ട് കുറച്ച് നേരം ചാർജ് എല്ലാം കുത്തിയിട്ടിട്ട് അവിടെ റെസ്റ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലെ സ്റ്റേ അടിച്ച അവിടെ നമുക്ക് കറണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണിൻ്റെ ചാർജ് മൊത്തം തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഫോൺ ഒന്ന് ചാർജ് എത്തിയാലേ നമുക്ക് പോകാനായിട്ടുള്ള റൂട്ടുകളൊക്കെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവിടെ ചായ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ചായ നമുക്ക് ഇതുപോലെ മണ്ണിൻ്റെ കപ്പിലാണ് ചായ എന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നേരത്തെ ഇവിടെ ഒരു ചേട്ടൻ വന്ന് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ ട്രാവലിങ്ങിനെ കുറിച്ചിട്ട് ഭയങ്കര കുറേ അറിവുകളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരനും കുറേ ട്രാവലൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ദീപക് നായർ എന്നാണ് പേര്. അപ്പോൾ കാമിദർ കമ്പനി. അപ്പോൾ കമ്പനിയിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ കടയിലെ ചേട്ടൻ. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ അവിടെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനെയും കൂടി എന്തായാലും ഒന്ന് പരിചയപ്പെടാം. ഞാൻ ചിത്തരഞ്ജൻ വില്ലേജ് കാ നാം ക്യാ ഹൈ? ബാലേശ്വർ. അപ്പോൾ നമ്മൾ ബാലേശ്വരത്താണ് എത്തിയേക്കണത്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഒരു 30 किलोमीटर के बाद बॉर्डर आएगा वेस्ट बंगाल. അപ്പോൾ 30 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ എത്തും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യണ ഇടയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് യാത്ര നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലാണുള്ളത്. ആകെ നമുക്ക് ആവശ്യം വന്നെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ പൈസ ആവശ്യം വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടൂസന് എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ വന്നാലുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസകളെല്ലാം തീർന്നു. അപ്പോൾ കുട്ടൂസനൊരു സ്റ്റിക്കർ അടിക്കണമെന്നുണ്ടായിരുന്നാണ്. അതൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ചെറുതായിട്ട് സഹായിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഈ താഴെ തന്നെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ
ചെറിയ രീതിയിൽ പ്രൊമോഷൻ പോലെ ചെയ്യാനാണെങ്കിലും ഞാൻ തയ്യാറാണ് എൻ്റെ ചാനലിലൂടെ. ഏതെങ്കിലും ഒരു ചെറിയ സ്പോൺസറിനെ കിട്ടിയാലും എനിക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു ഇപ്പോൾ ഉള്ള യാത്രയിൽ. കാരണം നമ്മൾ ഇന്ന് ഒഡീഷ കഴിയാനാണ്. ഇപ്പോൾ ഞാൻ ഒഡീഷയിലാണ്. ഒഡീഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഉള്ളിൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ കയറും. പിന്നെ അവിടെ നിന്നുള്ള യാത്ര കുറച്ച് ആൾക്കാരൊക്കെ എങ്ങനെയുള്ളതെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ ഒഡീഷയിലൊക്കെ നല്ല ആൾക്കാരുകളായിരുന്നു. നല്ല കുറേ ഭക്ഷണങ്ങളാണെങ്കിലും കുറേ പേരൊക്കെ മേടിച്ച് തന്നിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി. ഇപ്പോൾ ബംഗാളിൽ കയറാനായിട്ട് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനാണെങ്കിലും അവിടെ കുറച്ച് ഞാനിപ്പോൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ കുറച്ച് സ്ഥലങ്ങളിൽ എല്ലായിടത്തും എൻട്രി ഫീസൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന പൈസയിലാണ് ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യമൊന്നും ശരിയായിട്ടില്ല. ഇപ്പോൾ നേപ്പാളിലും കയറാൻ വേണം. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരം തന്നെയായിരുന്നു. പിന്നെ ഏതെങ്കിലും സ്പോൺസർ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്നെൻ്റെ വീഡിയോ അയച്ചു കൊടുത്താലും നല്ല ഒരു ഉപകാരം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടൂസനായിട്ട് ഈ വഴി വന്ന വഴിക്ക് ഇപ്പോൾ ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസ് കട ഉണ്ടായിരുന്നു. അപ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ കടയിൽ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബണ്ണായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറ് ശരിയായി വന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസിൻ്റെ കടയിൽ വന്നപ്പോഴാണ് ഈ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞ മിഷനെ കൈ കൊണ്ടാണ് വർക്ക് ചെയ്യണത്. മോട്ടറൊന്നുമില്ല, കൈ കൊണ്ടിട്ട് കറക്കിയിട്ടാണ് കരിമ്പിൻ്റെ ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് പണ്ടെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മോട്ടർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മോട്ടറിലാണ് യൂസ് ചെയ്യണത്. ഈ ചേട്ടൻ ഇപ്പോഴും ഇവിടെ മോട്ടറൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ തിരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഹാൻഡിൽ വെച്ചിട്ട് ഹാൻഡിലിട്ട് തിരിക്കുന്നു, ജ്യൂസ് താഴെ കൂടി വരുമ്പോൾ അതെടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിപ്പോൾ എത്തിയേക്കണ ഈ ടോൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ ലാസ്റ്റ് ടോളാണിത്. ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 മീറ്റർ മാത്രം കഴിയുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ ബംഗാളിലേക്കാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ സൈക്കിൾ ഔട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് നല്ല നിമിഷങ്ങൾ തന്നെയായിരുന്നു. നല്ല കുറേ ആൾക്കാരെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കുറേ എക്സ്പീരിയൻസൊക്കെ തന്നെയാണ് ഈ സൈക്ലിങ്ങിലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ബംഗാളിൽ കയറി കഴിയുമ്പോഴേക്കും നമുക്കിനി ബംഗാളിൽ നല്ല കുറേ കാഴ്ചകൾ, അതുപോലെ തന്നെ ബംഗാളിൽ നല്ല കുറേ ആൾക്കാരുകളൊക്കെ തന്നെ ആയിരിക്കും നമ്മളിനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മളിപ്പോൾ വന്ന വഴിയിലും കുറേ ബംഗാളിൽ നിന്നുള്ള ലോറി ഡ്രൈവർമാരെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബോർഡർ എത്തിയപ്പോൾ കുറേ പേര് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായി, നീ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നീ സൈക്കിളിൽ പോകണോണ്ടിട്ട് തന്നെ നിന്നെ ആരും ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നും വരെയൊന്നുമില്ല, നിനക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരൊക്കെ ചെയ്തു തരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പരിചയപ്പെട്ട കുറേ ബംഗാളിലെ ചേട്ടന്മാരാണെങ്കിലും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാൾ വെൽക്കം ബോർഡ് കണ്ട് ഇനിയിപ്പോൾ നേരെ ആ കാണണമെന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഒഡീഷനെ ഇന്ന് വീട് പറയണതാണ്.
ടാറ്റ ഒഡീഷ. എന്നാലും ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചതിനേലും നല്ല സ്ഥലം തന്നെയായിരുന്നു ഒഡീഷ. ഒഡീഷയിലെ ആൾക്കാരാണെങ്കിലും നല്ല പെരുമാറ്റവും അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ നല്ല അറിവെല്ലാം ഉണ്ട് കാര്യങ്ങളെക്കുറിച്ചെല്ലാം. ഇപ്പോൾ ട്രാവലിംഗ് ആണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മളെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യണുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ബംഗാളിലാണ്. ഒഡീഷ തീർന്ന് ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായി ഒഡീഷ തീർന്ന് ബംഗാളിലാണെന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു ഇത്ര നാളിൽ സൈക്കിൾ ഓട്ടുമ്പോഴൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ബംഗാളിലെപ്പോൾ എത്തും, കുറേ നാൾ പിടിക്കുമല്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ പെട്ടെന്ന് തന്നെ എത്തിയ പോലെ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പെട്ടെന്ന് കടന്നു പോയ പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും നല്ല കുറേ ദിവസങ്ങൾ തന്നെയായിരുന്നു. ഇടയ്ക്ക് വയറിനൊരു പണി കിട്ടിയെന്നല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളോ ആൾക്കാരെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ എൻ്റെ യാത്രയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുതായിട്ടുള്ള സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അത് പിന്നെ അതൊരു പ്രശ്നമല്ല, നമുക്ക് ആകെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം മതി പൈസ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴേക്കും അവിടെ ആവശ്യമുണ്ടെങ്കിൽ വേണ്ടി വന്നത് നമ്മളിതേപോലെ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് പോകാമെന്നുള്ള ഉദ്ദേശമാണ്. പക്ഷേ ഈ ഭാഗത്ത് ജോലികൾ കിട്ടാനായിട്ട് പണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറിയ രീതിയിൽ സ്പോൺസേഴ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ എന്തെങ്കിലുമൊക്കെ റെഡി ആവണമെങ്കിൽ നമ്മുടെ യാത്ര നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതില്ലെങ്കിലും നമ്മൾ യാത്ര എന്തായാലും തുടരും. യാത്ര നമ്മൾ ഇവിടെ നിന്ന് ഡാർജിലിംഗ് പോയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ സിക്കിമും കൂടി കയറിയിട്ടായിരിക്കുള്ളൂ തിരിച്ച് നേപ്പാളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. കാരണം എന്തായാലും ഡാർജിലിംഗ് വരെ പോകാൻ നേരത്ത് സിക്കിമും നല്ലതാണ്. സിക്കിമിൽ കുറേ നമ്മൾ കാണാത്ത കുറേ കൾച്ചറുകളൊക്കെ ഉണ്ട്, കുറേ വില്ലേജുകളൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയാലും നല്ല കുറേ കാഴ്ചകൾ എനിക്കും ആസ്വദിക്കാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണമായിരിക്കുള്ളൂ. അപ്പോൾ സിക്കിം പോയിട്ടായിരിക്കുള്ളൂ പരമാവധി നേപ്പാളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ഒരു കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മഞ്ചാടിപ്പ് അതവിടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇവിടെ ഉണ്ട്. ഇവന്മാർ സീനാണ് ഈ കുരങ്ങന്മാർ. അവന്മാർ നോക്കണുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ നേരെ വന്നിട്ട് തലക്കെട്ടൊക്കെ അടിച്ചിട്ട് പോകും. നമ്മൾ ആന്ധ്രയിൽ പോയപ്പോൾ കണ്ടായിരുന്നു. ഇവന്മാർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവന്മാർ പ്രശ്നമാണ്. കണ്ടിരിക്കണുണ്ടോ? ഇപ്പം ഇവിടുത്തെ വലിയ പ്രശ്നമില്ല. ആന്ധ്രയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ നോക്കുമ്പോൾ തന്നെ നമ്മളെ നേരെ വന്നിട്ട് തലക്കിട്ടൊക്കെ പിടിച്ച് മാന്തിയിട്ടൊക്കെ പോയിരുന്നു. അങ്ങനെ നമ്മൾ ബംഗാളി കയറി കഴിഞ്ഞിട്ടും ഒഡീഷ എന്നുള്ള ഭാഗത്തുനിന്ന് ബംഗാളി കയറി കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വേണ്ടി സാധിക്കുകയെന്ന് പറഞ്ഞാൽ മുഴുവൻ നെൽകൃഷി തന്നെയാണ് ഈ ഭാഗങ്ങളിലും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് പാടങ്ങൾ തന്നെയാണ്. നല്ല രസമുണ്ട്. ഈ വഴി കയറിയിട്ടും വലിയ ടയേർഡൊന്നും അനുഭവപ്പെടുന്നില്ല. ക്ലൈമറ്റ് ആണെങ്കിലും നല്ല ക്ലൈമറ്റായിരുന്നു ഇന്ന് കയറിയപ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ പോണ ഒരു ഓട്ടോ പോലത്തെ സാധനം കണ്ടോ വണ്ടി. ഇത് ബാക്കിൽ നോക്കുമ്പോൾ കറക്റ്റ് ഓട്ടോ പോലെ തന്നെ ഉണ്ട്, പക്ഷെ അത് ഓട്ടോ അല്ല. ഇത് കണ്ടോ ഹെവി വെയിറ്റൊക്കെ വരെ വലിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ നമ്മൾ ഈ ഹൈവേ കൂടി വന്നുകൊണ്ടിരിക്കണം. കുറേ നേരം വന്നുകൊണ്ടിരുന്നിട്ട് പമ്പൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വേണ്ടി ചേട്ടന്മാരിക്കണ്ടേ. അപ്പോൾ ഇവരോട് നമുക്ക് ഇവിടെ ഏതെങ്കിലും പമ്പുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇവിടത്തെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. നമുക്ക് എന്തായാലും ഇവരൊന്ന് പരിചയപ്പെട്ടിട്ട് ഇവിടെ അടുത്ത് തന്നെ പമ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചേട്ടന്മാർ എന്തായാലും പരിചയപ്പെടാതെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ടൗണും കൂടി കാണിച്ചു തരാം. നെയിം അഭിഷേക് മണ്ഡൽ. താങ്ക് യു അണ്ണാ. ഓ നെയിം മംഗോൾ മുർമു. അപ്പോൾ മംഗോൾ മുർമു ഇവർ രണ്ടുപേരുമായിരുന്നു. ഇവർ നല്ല കമ്പനിയായിരുന്നു ഇവിടെ നിന്നിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടൗൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കാണാനും നല്ല രസമുണ്ട്. കണ്ടോ നല്ല
അത്യാവശ്യം ക്ലീനൊക്കെ ഉണ്ടോ. ഞാൻ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തൊട്ട് ബംഗാളിൻ്റെ ചെറിയ ചെറിയ വഴികൾ കാണുമ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഇവിടുത്തെ ഒരു ടൗണാണ്, എന്നാലും നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. താഴെ ആണെങ്കിൽ പോലും ഇങ്ങനെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കുന്നുകൂടി കിടക്കുന്ന ആൾക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആ इस जगह का नाम बेल्दा है. ബെൽദ. ബെൽദ. അപ്പോൾ ഈ ഈ വില്ലേജിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ബെൽദ എന്നാണ്. അപ്പോൾ എന്തായാലും ഇവരെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. അങ്ങനെ ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ പമ്പ് അവർ പറഞ്ഞ അടുത്തുണ്ടെന്ന് പറഞ്ഞ 2 എണ്ണം അത് പൂട്ടിക്കിടക്കണതാണ്. അപ്പോൾ അവരിറങ്ങിയപ്പോൾ പറഞ്ഞാൽ അത് പൂട്ടിയതാണെന്ന് നോക്ക്, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞാലുള്ളതെന്ന് പറഞ്ഞാൽ 20 കിലോമീറ്ററിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സൈക്കിൾ റാലി പോലെ. എൻ്റെ കയ്യിൽ ലൈറ്റൊന്നും ഇല്ല സൈക്കിളിൻ്റെ. അപ്പോൾ ഫ്രണ്ടിൽ ഒരു കൂട്ടം സൈക്കിള് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം ഞാനിപ്പോൾ പിടിച്ചതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അവരെല്ലാ ദിവസവും ഈ ഇരുട്ടത്തൊക്കെ സൈക്കിൾ ഓട്ടണമെങ്കിൽ 1 2 3 4 5 പേരുണ്ട്.